നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് തിയേറ്ററാണ്. ഇതിന് തൊട്ടടുത്ത് ചെറിയ ഒരു കടയുണ്ട്. വെജിറ്റേറിയൻ ആണ്. അപ്പം എനിക്ക് ഈ വെജിറ്റേറിയൻ ഇങ്ങനത്തെ മെനു ഒക്കെ വെച്ചിട്ടുള്ള കടകൾ കാണുമ്പോഴേ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ രാമേശ്വരം കഫേയൊക്കെ നെയ്യ് ഇങ്ങനെ 1.5 HP മോട്ടർ വെച്ച് ഊത്താൻ തുടങ്ങിയല്ലോ. അതിനുശേഷം എനിക്ക് ദോശ ചുടുന്നവരെ കാണുന്നതേ പേടിയാണ്. പക്ഷേ ഇത് ചെന്നൈ ആയതുകൊണ്ടും ചെന്നൈയിൽ ഇതുവരെ അത്ര ഭീകരമായിട്ടുള്ള മോട്ടർ വെച്ച് നെയ്യ് ഊത്തൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. തുടക്കം ബൺ ബട്ടർ ജാമിലാണ്. ബിലാൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അത് കുറച്ച് അപ്പുറത്താണ്. അവിടുത്തേതിലും മികച്ചതാണിത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ വന്നതല്ലേ, കുറച്ച് ദോശ, കുറച്ച് സാമ്പാർ, സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർക്കൊക്കെ കൂടി കഴിക്കാനുള്ളതാണ്. പക്ഷെ എനിക്കിവിടെ നക്കാൻ തോന്നുന്നു അല്ലേ, ഈ സെൻറ്ററിൽ. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, പ്രേമ ദിവസമല്ലേ. അപ്പോൾ ഞാൻ നക്കിക്കഴിഞ്ഞാൽ ഈ സിനിമാക്കാരാണ്, കുഴപ്പക്കാരാണ്, വേണ്ട. അല്ല, ഏറ്റവും കൂടുതൽ ബട്ടർ, ഏറ്റവും കൂടുതൽ ജാമുള്ള പീസ് എടുക്കാം. നീ എന്തിനു നോക്കണ്? ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആരോ ആണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ആ കളറ് കണ്ടാ, ഓ സൂപ്പർ. അതുപോലെ ലെയർ കണ്ടോ? അത് ABC ബീട്രൂട്ട് ക്യാരറ്റ്. ബീട്രൂട്ട് ക്യാരറ്റ് ബി എന്താ? ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റാണ് ABC. അപ്പോൾ BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് എയർ ആയിരുന്നു. അതുകൊണ്ടാണ് ഒറ്റക്കടിയിൽ ഇതൊരു തിൻ സ്ലൈസ് പോലെ ആയത്. ഓപ്പൺ തന്നെ. ഇയ്യോ കറക്റ്റ്. ഇതിന് മുമ്പിൽ ബിലാൽ ഒന്നുമല്ല. പക്ഷേ ഇവിടെ തിരക്കില്ല. തിരക്കുണ്ട്. ഇപ്പോൾ തിരക്കില്ലേ? നിങ്ങൾ കാണാൻ തിരക്കല്ലേ? ഇതല്ലല്ലോ, ബിലാലിൽ എമ്മാര് തിരക്കാ. എന്തേലും വേണമെങ്കിൽ കൈയിട്ട് വാരി കഴിച്ചാൽ ഒന്നും കിട്ടാൻ പോണില്ല. ഇതിനകത്ത് അതെ സാറേ, അത് നിങ്ങളുടെ ചെന്നൈയിലെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്ന കുക്കിനെ ഒന്ന് പൊക്കി തരാൻ പറ്റുമോ? അന്യായം. ഓപ്പൺ പന്നയോ. ഒരു സോഷ്യൽ കിച്ചൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പാലക്കാട്. അവിടെ പണ്ട് സൂര്യ കൊണ്ടുപോയിട്ട് എനിക്കൊരു ഓപ്പൺ മസാല ദോശ മേടിച്ചു തന്നിരുന്നു. അന്ന് ഞാൻ നിർത്തിയതാണ് ഈ ഓപ്പൺ സാധനം. ഇതെന്ത്? ഇല്ല, ഞാൻ അതിലേക്ക് വരാം. ബണ്ണ് കഴി മൂർത്തി കഴിച്ചു. ഇയാൾ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. പിന്നെ ഇതൊരുമാതിരി നമ്മൾ സർക്കാർ ഓഫീസിൽ പോയിട്ട് പെറ്റീഷൻ കൊടുക്കുന്ന പോലെ കൊടുക്കണം. എനിക്ക് കഴിക്കൂല. ഗീ ഇതാണ് റാഗി ഗീ ദോശ, മസാല ദോശ. അതിൽ നെയ്യ് കാണാം, കണ്ടോ? നെയ്യ് ഡാൽഡ ഉപയോഗിക്കാതെ നെയ്യ് ഉപയോഗിച്ച കാരണം കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ഈ കടയ്ക്ക് ഗൂഗിളിൽ 4 സ്റ്റാർ റേറ്റിംഗ് പോലും ഇല്ല. എന്താണേ നോക്ക് നീ. സൂപ്പറാണ്. ഇത് ഇന്ത്യൻ കോഫി ഹൗസ് പോലെയാണല്ലോ. നമ്മുടെ നിഖിലയുണ്ടല്ലോ, അവൾ എൻ്റെ കൂടെ ഒരു തവണ കോഫി ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ വന്നു. ബോംബെ ടോസ്റ്റ് ഇല്ലേ, വെയിറ്റർ ബോംബെ ടോസ്റ്റ് കൊണ്ടുവന്നു. അവൾ ഈ ചമ്മന്തി ഇവിടെ ഉണ്ട്. വെയിറ്റർ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി. എന്നിട്ട് അയാൾ പോയി ചമ്മന്തി എടുത്തോണ്ട് വന്ന്. ഇത് ആ ബീട്രൂട്ട് പൊളിയാട്ടോ. ഇതിനെന്താ മധുരം? ഇത് ഉടുപ്പിയാണോ? ഉടുപ്പി. ഇതിനകത്ത് മുരിങ്ങാക്കോലിനൊരു മധുരം ഉണ്ടാവും. മുരിങ്ങാക്കോല് എവിടെ കണ്ടാലും വിടരുതെന്നാണ് പ്രേമേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഈ തടി കുറക്കാൻ വെയിറ്ററിനാവണമെന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവരിതൊക്കെ വന്ന് കാണണം. ഇതിനും ഭേദം മട്ടൻ ബിരിയാണി ഇരിക്കണം. ഇതാണ് ഏറ്റവും കിടിലം. അപ്പോൾ പിന്നെ അത് ഞാൻ കഴിച്ചാൽ പോലെ ഇതാ കഴിക്കണം. പുതിയ പിള്ളേർക്ക് കോഫി ഹൗസിനോട് പഴയ റെസ്പെക്റ്റ് ഇല്ല.
കാരണം ഒരുപാട് കോഫി ഹൗസുകൾ പഴയ സ്റ്റാൻഡേർഡില്ല, പക്ഷെ ചിലത് ഭയങ്കര നല്ലതാണ്. സൂപ്പറല്ലേ? അത് കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡ് ഇതാണ്. ഹെൽത്തിന് താല്പര്യമില്ല. എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും സിനിമാക്കാരാണ്. ഇന്ന് 19 സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഇവരെ പിടിച്ചു നിർത്തി സിനിമയ്ക്ക് വിടാതെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതെങ്ങാനും നന്നായില്ലായിരുന്നെങ്കിൽ എന്നെ ഒരു കുഴിയെടുത്ത് മൂടിയാൽ മതിയായിരുന്നു. ദിസ് ഇസ് ബ്രില്യൻറ്റ്. ISA മാർക്ക് പറയണം. നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ അത് കൊള്ളായിരിക്കും. ഭക്ഷണത്തിൽ ഒരിക്കലും തെറ്റില്ല. ഇവരുടെ പൊടിയും കൊള്ളാം. ഇതിൽ മുകളിൽ സാമ്പാറും താഴെ ചട്നിയാണ്. ഇതാരൊക്കെയോ കൈവശമാണ്. എൻ്റെ വീഡിയോയുടെ അടിയിൽ കുറേ പേര് കമൻറ്റ് ചെയ്യും, തനിക്കൊരു ടേബിൾ മാനേഴ്സ് ഇല്ല, ഷെയർ ചെയ്യുന്ന ഫുഡല്ലേ, എങ്ങനെയാണ് കൈയിട്ടെടുക്കുന്നത്, സ്പൂണിട്ട് എടുത്തൂടെ? അവനൊന്നും ഫ്രണ്ട്സ് ഇല്ല, റിയൽ ഫ്രണ്ട്സ് ഇല്ല ഇങ്ങനത്തെ ആൾക്കാർ. ഫുഡ് കഴിക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയെടുത്ത് അവിടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയെടുത്ത് പിന്നെ ഒരു ടേബിൾ എത്ര പേര് നിന്ന് കഴിക്കണമെന്നാണ്. ഓരോരുത്തർക്ക് ഓരോ ദോശയും വാങ്ങിച്ചിട്ട് ഇതാണ് ബെസ്റ്റ്. ഇതാണ് ബെസ്റ്റ്. എനിക്ക് ഓപ്പൺ എന്ന് കേൾക്കുമ്പോഴേ ആ പാലക്കാട്ടെ സാധനം ഓർമ്മ വരും. അതോടെ കംപ്ലീറ്റ് മൂടും പോകും. ദയവ് ചെയ്ത് ഇതൊന്നും പാഴ്സൽ വാങ്ങിക്കൊണ്ടുപോയി കഴിക്കരുത്. കാരണം ഇത്തിരി തണുക്കുമ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോവാണ്. ഞാൻ റെസ്റ്റോറൻറ്റിൽ മസാല ഷോ കൊടുക്കുന്നില്ല, കാരണം ഇതിനെ ബീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇതാണ് ഇതിന് ബെഞ്ച് മാർക്ക്. ഈ സാധനമാണ് ഇതിന് ബെഞ്ച് മാർക്ക്. എന്ത് വെച്ചാലും അതിന്റെ ടേസ്റ്റ് ആണല്ലോ, പക്ഷേ ഇതിനതിന്റെ ടേസ്റ്റ് ഇല്ല. എക്സാക്ട്ലി. ഉരുളക്കിഴങ്ങ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിപ്പോൾ ഇവിടുത്തെ കുക്കിനെ പൊക്കണം, എന്നിട്ട് തല്ല് മേടിക്കണം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ. ഞാൻ ആക്ച്വലി അങ്ങനെ പറഞ്ഞപ്പോണ്ടല്ലോ, അങ്ങനെ പറഞ്ഞല്ലേ അത്രയും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കും. എവിടെ പോയി കഴിക്കുമ്പോഴും കഴിഞ്ഞ തവണ കോഴിക്കോട് വെച്ച് കണ്ടപ്പോഴും ഇടക്കിടക്കുണ്ട് കോഫി ശാസ്ത്ര കോഫി. എനിക്കിത് എന്താണെന്ന് മനസ്സിലായില്ല. അല്ല, അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഫേയുടെ ഓണറോടാണ്, നീയൊക്കെ എന്ത് ഇത് നടത്തുന്നത്, നീ ചെന്നൈയിൽ വന്നിട്ട് കോഫി ശാസ്ത്രയിലൊന്നും അതാണ് പറഞ്ഞത്. അത് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ടേസ്റ്റുകൾ എനിക്ക് താല്പര്യമില്ല. കണ്ണ് മിഴിക്കരുത്, അത് കേരളത്തിൽ ഞാൻ മാത്രമേ ചെയ്യാറുള്ളൂ. അത് പേറ്റൻറ്റഡ് ആണ്, ഓക്കെയാണ്. ഇയാൾ പിന്നെയും മേടിക്കാൻ പോയാ ഒരു കടയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഇത് പൺപട്ട ജാമം കൊള്ളാം. ആ ഓപ്പൺ വലിയ കൊള്ളൂല്ലായിരുന്നു. അല്ല, പഞ്ചസാരയുടെ അളവിലാണ് അതിൻ്റെ ബ്രില്യൻസ്. പതിനൊന്നരയായി. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച അല്ലേ? ഇതെന്താ ഇതിങ്ങനെ? ജിഞ്ചർ ചായ. ഈ ചായ ചുക്ക് കാപ്പിയും ഇതാൻ കൂടുതൽ ചേർത്തോളം കൊടുക്കാനാണ് പറഞ്ഞത്. ആക്ച്വലി വലിയ എറർ പറ്റുന്ന എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പുതിയ സിറ്റിയിൽ പോയാൽ ഒരുപാട് പേര് നമുക്കൊരു സംഭവം പറഞ്ഞു തരും. ഇന്ന കട, അവിടെ പോവാം, ഇവിടെ പോവാം. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കും, റിവ്യൂസ് നോക്കും. ഇതെല്ലാം ടിപ്പിക്കൽ കടകളാണ്. ഇങ്ങനത്തെ ഒന്നും സ്ഥലം ആരും പറഞ്ഞു തരില്ല. ട്രൂ ഫുഡീസ് ആക്ച്വലി ഓരോ സ്ഥലത്തും പോയി കഴിച്ച് പരീക്ഷിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ.
അത് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് പോകുന്നല്ല, ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്നത് കഴിക്കുന്നതാണ്. ദാറ്റ്സ് എ ഹോൾ പോയിന്റ്. എൻ്റെ ചെന്നൈയിലെ ലിസ്റ്റിൽ ഒരു 25-30 സ്ഥലങ്ങളെങ്കിലും ഉണ്ടാവും ഈ ട്രിപ്പിന് വേണ്ടി ഞാൻ സേവ് ചെയ്ത്. ഒറ്റ സ്ഥലത്തേയും പോയിട്ടില്ല. അതെല്ലാം നമ്മൾ ഗൂഗിളിൽ നോക്കിയാലും അല്ലെങ്കിൽ റിവ്യൂസ് നോക്കിയാലും ഇതിനേക്കാളൊക്കെ ഒരുപാട് ബെറ്ററാണ്. ഇതൊന്നും ഒന്നുമല്ല ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കിയാലും. പക്ഷേ